കാരണം ഞങ്ങളിവിടെ താമസിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ താമസിച്ചുകൊണ്ട് വരുന്ന ആൾക്കാരാണ് ഇവിടെ. ഞങ്ങളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു വിധത്തിലും ഞങ്ങളെ സഹായിക്കുന്നുമില്ല, ഒന്നുമില്ല. ഞങ്ങളെന്താ പറയുക, ഇവിടെ അലഞ്ഞു തിരിയുന്ന പട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ സമമാണ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജീവിതം. കാരണം ഇവിടെ കുറച്ച് കുടുംബങ്ങളുണ്ട്, 100 ചില്ലറ കുടുംബങ്ങളാണ് ഇപ്പോൾ ഇവിടെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു മരുന്നിന് പോവാനോ ഒരു സാധനങ്ങൾക്കാണെങ്കിലോ ഒരു ജോലിയാണെങ്കിലോ ഒരു കാര്യങ്ങളും ഈ പ്രദേശത്ത് ഇപ്പം നിലവിലില്ല. കാരണം 9,000 രൂപ സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ 3 വാർഡിനും കൂടിയിട്ടാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ടായത്. അത് ഫസ്റ്റത്തെ 3 ഗഡും എല്ലാവർക്കും കൊടുത്തും ചെയ്തു. അതിനുശേഷം ഇവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഗോസോണും സോണും കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് ഇവിടുത്തെ അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് അവർ ഞങ്ങളെ പോലത്തെ ആൾക്കാരെ മൊത്തം ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത്. കാരണം ആ 9,000 രൂപ തന്ന ഇന്നിപ്പോൾ ഇവിടെ ജോലി നഷ്ടപ്പെട്ടിട്ട് മാസങ്ങളോളമായി ആൾക്കാർ ഇവിടെ കിടന്ന് തിരിയുന്നത്. ഞങ്ങൾ കയറി ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല. ഇവിടെ ഒരു മാസം മുന്നേ ഇവിടെ സമരവും കാര്യങ്ങളൊക്കെ ആയിട്ട് ADM വാക്ക് തന്നിട്ട് പോയതാണ് 9,000 രൂപ എല്ലാവർക്കും കയറ്റാന്ന്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്കൊരു പാരസെറ്റമോൾ ഗുളിക മേടിക്കണമെങ്കിൽ ഞങ്ങൾ മേപ്പാടി വരെ പോകണം. മേപ്പാടി പോകണമെങ്കിൽ വണ്ടിക്കൂലി വരെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു വണ്ടി വിളിച്ചാൽ വരില്ല. കാരണം ഫുള്ള് മൃഗങ്ങളാണ് ഇവിടെ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, ആൾക്കാർ വരൂല്ല. അപ്പോൾ അങ്ങനത്തെ പല അവസ്ഥകളും. ഇനിയിപ്പോൾ വിളിക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് വണ്ടിക്കൂലി, ഒരു വണ്ടി വിളിച്ച് പോകുമ്പോൾ ചുരുങ്ങിയത് ഒരു 400 രൂപ മേപ്പാടിയിലേക്ക് പോകണം ഒരു 2 രൂപേൻ്റെ പാരസെറ്റമോൾ മേടിക്കാൻ. ഇതിന് വരെ ഒരു ഗതിയില്ലാത്ത ഒരവസ്ഥയിലാണ് ചൂരമല പ്രദേശത്തുള്ള ആൾക്കാർ, അത്തിച്ചോട് മുതൽ ഇവിടെ വരെയുള്ള ആൾക്കാരുടെ ജീവിതം. കാരണം ഇവിടെ ആശ്രയിച്ചിട്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ഞങ്ങളെ ഒരു വിധത്തിലും സർക്കാർ ഇവിടെ കഴിയുന്നവരെ അവസ്ഥ മനസ്സിലാക്കുകയോ ശ്രദ്ധിക്കുകയോ ചെയ്യുന്നില്ല. ഇത് പറഞ്ഞ് മടുത്തു പോയൊരവസ്ഥയാണ്. അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവരെന്താണ് പറയുന്നത്? അവർ പറയും നിങ്ങൾ പണിക്ക് പോയിക്കോളാൻ. അവർ പണി തന്നാൽ ഞങ്ങൾ എടുക്കാൻ തയ്യാറാ. കാരണം അവിടെ ജോലി ഇല്ലാത്ത ഒരവസ്ഥയാണ്. പുറത്തുള്ളവർക്ക് ജോലിയില്ല. ഞങ്ങളൊക്കെ ടൂറിസ്റ്റ് ബന്ധപ്പെട്ടിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. ടൂറിസം മൊത്തം തകർന്നു കിടക്കുന്ന അവസ്ഥയിലാണ്. ഈ അവസ്ഥയിൽ എവിടെ പോയിട്ട് ജോലി എടുക്കാനാണ്? ഞാനൊരു ഹാൻഡിക്രാഫ്റ്റ് തൊഴിലാളിയാണ്. ടൂറിസം തകർന്നിട്ട് വർഷങ്ങളോളമായി എന്ന് പറയാം എൻ്റെ ജോലിയൊക്കെ പോയിട്ട്. കാരണം ഞാൻ ഒരു 6-7 പേര് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് എൻ്റെ സ്ഥാപനം അടച്ചു മൂടി കിടക്കുകയാണ്. ഇത് അവരോട് പറയുമ്പോൾ ജോലി എടുക്കണതിന് നമുക്ക് ഒരു കുഴപ്പമില്ല. ഇത്രയും കാലം നമ്മൾ ആരെയും ആശ്രയിക്കാതെ ജീവിച്ചു വന്ന ആൾക്കാരാണ്. ഈ ചൂരമല പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 വാർഡത്തെ ആൾക്കാർ രാജാക്കന്മാരെ പോലെ തന്നെയാണ് കഴിഞ്ഞിട്ടുണ്ടായത്. ആരെ ആശ്രയിക്കാതെ നല്ല രീതിയിൽ കഴിഞ്ഞ ആൾക്കാരാണ്. ഇന്ന് ഇവരെ മുന്നിൽ പോകണമെങ്കിൽ അത്ര അധപതിച്ചിട്ടാണ് ഇവരെ മുന്നിൽ നമ്മൾ കൈനീട്ടിയിട്ട് പോണത്. ഇവർ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ തള്ളി മാറ്റുന്നതെന്ന് അറിയുന്നില്ല. ഇവർ വരും, നാളെ നമ്മളെ പഠിക്കൽ വരും. 5 വർഷം ആവുമ്പോൾ ഇവർ വരും നമ്മളെ മുമ്പിലേക്ക്. നമ്മൾ ആവശ്യമുള്ളൊരു സമയം ഇവർക്കുണ്ട്. അന്നേരം ഞങ്ങൾ മറുപടി കൊടുത്തോളാം. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരാണ് ഞങ്ങളെ പിടിച്ച് മാറ്റുന്നത്. ഞങ്ങൾ ഇപ്പോൾ വില്ലേജ് പോയി കഴിഞ്ഞാലും വൈത്തിരി താലൂക്കിൽ പോയി കഴിഞ്ഞാലും കളക്ട്രേറ്റിൽ പോയി കഴിഞ്ഞാലും സർക്കാരിനെയാണ് അവർ പറയുന്നത്. ഞങ്ങൾ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്, അവർ തരുന്നില്ല. അവരടുത്ത് നേരിട്ട് വന്നിട്ട് ഞങ്ങൾ അവസ്ഥ കാണാൻ പറ. 1 ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് കൊടുക്കണം 450 രൂപ. ഒരു ദിവസം ജോലി ഉണ്ടെങ്കിലേ 400 രൂപ കിട്ടുള്ളൂ. ഈ ജോലി ഇല്ലാത്ത നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് ചെയ്യാൻ പറ്റും? ഇവരൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ നേരത്തിന്. ഇവിടുത്തെ ആൾക്കാർ അനുഭവം അറിയണ്ടേ? സാർ ഇവിടെ നിന്ന് വിട്ട് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓരോരുത്തരുടെ അവസ്ഥ അറിയാം. പ്രായമായവർ എത്ര പേരുണ്ട്, രോഗികൾ എത്ര പേരുണ്ട്, എല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ പാലം കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വന്നാൽ മനസ്സിലാവും. ഞങ്ങൾ മരിച്ചിട്ടില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. കാരണം ഞങ്ങൾ ആൾക്കാർ മൊത്തം പോയി കിടക്കുക. ഒരു 10 രൂപ വായ്പ മേടിച്ച് ചെയ്യണ ആൾക്കാരൊന്നും ജീവിച്ചിരിക്കുന്നില്ല. ആരടുത്ത് പോയിട്ട് ഞങ്ങൾ 1 രൂപ കടം മേടിക്കും മുന്നോട്ട് പോകാൻ? മക്കളെ വിദ്യാഭ്യാസം, എന്ത് കാര്യത്തിന് പോവുകയാണെങ്കിലും നമുക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? ഞങ്ങൾ നഷ്ടപ്പെടാൻ? ഞങ്ങൾ മരിക്കണമായിരുന്നോ? എല്ലാവരും മരിച്ചാലാണോ ഇവർ തരിക? ഈ ജീവിച്ചിരിക്കുന്നവരെ ഇവർ സംരക്ഷിക്കണ്ടേ? ഇവർ ഇത്ര പൈസ ചിലവാക്കിയിട്ട് ഇതാക്കണ ഈ പുഴ തോണ്ടുന്നുണ്ടല്ലോ. എത്ര മീറ്റർ വീതിയുള്ളൊരു പുഴയാണ് ഇപ്പോൾ 10 അടിയിലേക്ക് ഇവരാക്കിയത്. ഈ പൈസ മതിയല്ലോ ഞങ്ങളെ ലോണ് തള്ളാൻ. 35 കോടി മതി ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിലുള്ള ലോണ് തള്ളാൻ. ഇവർ ഇത്രയും കോടി വെറുതെ ഇറക്കുന്ന നേരം ഞങ്ങളൊക്കെ ഇനി ഭീതിയിലാണ്. കാരണം ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഇവർ ഞങ്ങളെ കബളിപ്പിച്ചു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. മൊറട്ടോറിയം ആക്കി, ഇവിടുത്തെ ആൾക്കാരെ വിഡ്ഢികളാക്കിയും കൊണ്ട് ഇവർ മൊറട്ടോറിയം, 1 വർഷത്തിൻ്റെ മൊറട്ടോറിയം ഇവരെ ആക്കി. ഇനിയിപ്പോൾ ഈ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ തുടങ്ങി ആൾക്കാരെ ബുദ്ധിമുട്ടിക്കൽ. ഈ 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടീസ് വരാൻ തുടങ്ങും. ആൾക്കാരെ ആകെ പെട്ടുപോകും. ഇനി ഈ ഒരു പൈസ ഉണ്ടായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ എല്ലാവരും മൊത്തം കട എഴുതി തള്ളായിരുന്നു. എന്തുകൊണ്ടാണ് ഇതൊന്നും ഞങ്ങൾക്ക് ചെയ്തു തരാത്തത്? എന്തിനാണ് ഞങ്ങളങ്ങനെ വേർതിരിച്ച് കാണുന്നത്? ഞങ്ങൾ ഉണ്ടാക്കിയതല്ല, ഇവരെ ഭാഗത്തുനിന്ന് വന്ന ഫാൾട്ടാണ് ഇത്രയും പേരുടെ മരണത്തിനും ഇങ്ങനെ ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്ന ഫാൾട്ട് തന്നെയാണ്.
അതിലെല്ലാവരും ഉണ്ട്. താഴേക്കിടയിൽ നിന്ന് മുകളിൽ വരെയുള്ള ആൾക്കാരുടെ ഫാൾട്ട് തന്നെയാണ് ഞങ്ങളെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഇവരെല്ലാവരും ഉത്തരവാദികളാണ് ഞങ്ങളുടെ ഈ ഒരു അവസ്ഥയ്ക്ക്. ഇതിനൊരു പരിഹാരം കണ്ടേ മതിയാവുള്ളൂ.